ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഈ ഒരൊറ്റ കാര്യം ചെയ്ത അല്ലാഹു നിനക്ക് രണ്ട് പ്രതിഫലം തരും. ഒന്നാമത്തെ പ്രതിഫലം, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. നിങ്ങളെ പട്ടിണിക്കിടൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യുവോ? 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 ഇല്ല. വെള്ളിയാഴ്ച പള്ളിയിൽ നടക്കുമ്പോൾ പിരിവെടുക്കണ കണ്ടിട്ടുണ്ടോ? മക്കളെ കെട്ടിക്ക, ഭക്ഷണം വാങ്ങാൻ പൈസ ഇല്ല, പിരിവെടുക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. 5 നേരം നിസ്കരിക്കണം. നീ നിസ്കരിക്കണം, പെണ്ണുമ്പിളയെ നിസ്കരിപ്പിക്കണം, മക്കളെയും നിസ്കരിപ്പിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് തരും? ഒന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് പറ, ആര് തരും? എന്ത് ചെയ്ത? നിസ്കരിച്ച. ഇപ്പൊ പള്ളിയിൽ പോകാത്ത എന്താ? പള്ളിയുടെ മുന്നിലാ കടയിരിക്കണേ, പള്ളിയുടെ മുന്നിൽ നിന്റെ വീടിരിക്കുന്നു, പള്ളി നിസ്കാരം പോകാത്ത എന്തേ? ഉസ്താദേ, പള്ളിയിലേക്ക് കയറുമ്പോ ആരെങ്കിലും വന്ന കച്ചവടം പോവല്ലോ അല്ലേ? ഉസ്താദ്, ഞാൻ നിസ്കരിക്കാൻ പള്ളിക്കകത്ത് പോകുമ്പോഴത്തേക്ക് ഒരു കസ്റ്റമർ വന്നാൽ എന്റെ കച്ചവടം പോകും, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകത്തില്ല. നിന്നെ പള്ളിയുടെ മുന്നിൽ കൊണ്ട് പിരിവെടുപ്പിക്കും പടച്ചവൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. നിസ്കരിക്കാൻ പോകാത്ത നിന്നെ അല്ല കച്ചവടം ഇല്ല, ഈച്ച അടിച്ചോണ്ടിരിക്കുക കടയിൽ. ഉണ്ടോ? എന്ത് കച്ചവടം നടന്ന നിന്റെ കടക്കകത്തിൽ നിന്ന് ആരെങ്കിലും കയറുന്നുണ്ടോ? വെറുതെ ഇരിക്കുക പല്ല് കുത്തിയിട്ട്, ഒരു ജോലിയില്ല. പിന്നെ കന്ന് കച്ചവടമൊക്കെ ഏകദേശം ഒരു തീരുമാനമായി. അല്ല, എന്റെ പ്രിയമുള്ള സഹോദരൻ, നന്ദി കാണിക്കൽ. ഇതിലൊരു നായി പോയി, നന്ദിയുള്ള ജീവിയാ. ഇമ്മ ചോറിട്ട് കൊടുക്കും, എവിടെ വെച്ച് കണ്ടാലും വാലാട്ടും. അത് നന്ദിയുള്ള ജീവി. അല്ല നിനക്കെല്ലാം വാരിക്കോരി തന്നിട്ട് നീ നന്ദി കേട് കാണിച്ചപ്പോ ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. തരാനോ അല്ലാഹുവിനറിയാം, നശിപ്പിക്കാനോ അല്ലാഹുവിനറിയാം. ആ ബോധം എല്ലാത്തിനും ഉണ്ടാകണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എത്ര ഉണ്ട് നിസ്കരിക്കണം? തലയിൽ തുണിയിട്ടുകൊണ്ട് വന്നിരിക്കുന്ന താത്താമാർ എത്ര പേരുണ്ട്? ഭർത്താവ് നിസ്കരിക്കണം എത്ര പേരുണ്ട്? മക്കൾ നിസ്കരിക്കുന്ന എത്ര ഉണ്ട്? പിന്നെ എങ്ങനെ ഉണ്ടാകും മനുഷ്യ? നിങ്ങൾ ആരെയും ചങ്ങാതി മോഡി സാറിനൊന്നും പറയണ്ട കേട്ടോ, ഓനെ കുറ്റം പറയണ്ട, അല്ലെങ്കിൽ ഒരുത്തനെയും കുറ്റം പറയണ്ട. നിന്റെ കയ്യിലിരിപ്പുണ്ടാ നിന്റെ കുടുംബം ഇങ്ങനെ ആയത്. അത് തന്നെ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ല പറഞ്ഞു, ഞാൻ തരാം, 5 നേരം നിസ്കരിക്കും. നീ മാത്രം തങ്ങളായാ പോരാ. അങ്ങനല്ലോ അപ്പാന്ന് പറഞ്ഞ 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കണം, പെണ്ണും പിള്ളയെ മക്കളോ തല. അങ്ങനല്ല. നിന്റെ കുടുംബം, അല്ല പറഞ്ഞത് നീ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകണമെന്നല്ല, പോകുമ്പോ ഭാര്യയും മക്കളെയും കൂടെ കൊണ്ടുപോകാനാ പറഞ്ഞത്. അതാ വാപ്പ. അവിടെ നിന്ന് പറഞ്ഞത് പോകുമ്പോ ഭാര്യയും മക്കളെയും കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. അതുകൊണ്ട് രാവിലെ പള്ളിയിൽ പോകുമ്പോ മോനെ കൂടെ കൊണ്ടുപോകും. ചാവിട്ട് പിടിക്കണം, എഴുന്നേക്കടാ, എഴുന്നേക്ക്, എന്റെ കൂടെ വാ. എഴുന്നാലെ പൊക്കണം, കൊണ്ടുപോകണം നിർബന്ധമായി. ഈ വീടിന്റെ അകത്ത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഭക്ഷണം കഴിച്ച് കിടക്കണമെങ്കിൽ നിസ്കരിക്കണം, ഇല്ലെങ്കിൽ മാഴ്സലാമ പൊക്കോ. പെണ്ണും പിള്ളയാണെങ്കിലും മക്കളാണെങ്കിലും നിസ്കരിക്കാൻ വയ്യേ, 5 നേരം നിസ്കരിക്കാൻ വയ്യെങ്കിൽ നീ നിന്റെ വീട്ടിൽ പൊക്കോ. 5 നേരം നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ നീ തോന്നുന്ന പോലെ ജീവിച്ചോ. ഈ വീടിന്റെ അകത്ത് പറ്റൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചു നോക്കിയേ, തെണ്ടാതെ ജീവിക്കാം. അല്ല തരും ഭക്ഷണം, അള്ളാഹു തരും ഭക്ഷണം. ഞാനല്ല പറഞ്ഞത്, അള്ളയാ പറഞ്ഞത്. സൂറത്തു ത്വാഹ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നാളെ മുതൽ തുടങ്ങല്ലേ? നാളെ മുതൽ തുടങ്ങല്ലേ? എന്തേ മടി? തുടങ്ങല്ലേ? നീ മാത്രം നിസ്കരിച്ചാ മതിയോ? എഴുന്നേറ്റ് ആമിനായി വിളി, എഴുന്നേക്കടി, നിസ്കരിക്കാൻ എഴുന്നേക്ക്. നിസ്കരിക്കൂലേ? നിസ്കരിച്ചേ പറ്റൂ. അങ്ങനെ ഇപ്പൊ മുത്തലാഖൊക്കെ പറഞ്ഞാൽ ഉണ്ട തിന്നണമല്ലോ. അതുകൊണ്ട് അങ്ങനെ തലാക്ക് പറഞ്ഞ നിസ്കരിക്കണം, ഭാര്യ നിസ്കരിക്കണം. തല്ലു കൊടുക്കാൻ ഭാര്യക്ക്, നിസ്കരിക്കാത്തവളെ തല്ല. അല്ലാതെ വേറെ ഇതിലൊക്കെ തല്ലുമല്ലോ, വേറെ പല കാര്യങ്ങൾക്കും തല്ലുമല്ലോ. പെണ്ണിനെ തല്ലു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നിസ്കരിക്കാതെ കിടക്കുന്നവൾക്ക് തല്ലു കൊടുക്കാം. നിസ്കരിപ്പിക്കൽ നിന്റെ ബാധ്യതയാ, ഇല്ലെങ്കിൽ അല്ല നിന്നെ നാളെ പിടിച്ചു നിർത്തും.
നീ 5 നേരം നിസ്കരിച്ച് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പള്ളിയിലെ ഇമാമായിരിക്കും. പക്ഷെ നിന്റെ ഭാര്യ നിസ്കരിക്കാത്തവളാണെങ്കിൽ അല്ല ഇമാമൊന്നും നോക്കൂല, പടച്ചവൻ പിടിച്ചു നിർത്തും. എടാ, നീ ഇവക്ക് ചെലവിനും കൊടുത്ത് വീട്ടിൽ നിർത്തിയിട്ട് ഇവള് നല്ലവളായിരുന്നു, ഇവളെ പിഴപ്പിച്ചത് നീയാ, വിടൂല അല്ല. മക്കള് പിടിച്ചു നിർത്തും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 7 വയസ്സുള്ള മക്കളെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്ത മക്കളെ എന്ത് ചെയ്യണം? ഒന്നുറക്കെ പറ, കേക്കട്ടെ. എന്താ? അടിക്കണം. അടിച്ചിട്ടുള്ള വാപ്പമാരെന്ന് കൈവക്കിക്ക്. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ ഒരു വട്ടമെങ്കിലും തല്ലിയ വാപ്പമാരെന്ന് കൈവക്കും. ഇതിനർത്ഥം നിങ്ങളുടെയൊക്കെ മക്കൾ 5 നേരം നിസ്കരിക്കുന്ന മക്കളാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചിന്തിച്ചു നോക്ക് മനുഷ്യ. എന്നിട്ടാ നിങ്ങളുടെയൊക്കെ മക്കളെ കുറിച്ച് കുറ്റം. നേരെയാവുന്നില്ല ഉസ്താദെ, ആദ്യം നിങ്ങൾ നേരെയാവും. ഞാനതേ പറയും, ആദ്യം നമ്മൾ നന്നാകും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 2 അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? 5 നേരം നമസ്കരിച്ചാൽ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിച്ചാൽ അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? വൽആഖിബത്തു ലിത്തഖ്വാ. കൊതിയില്ലേ നിനക്കൊരു നല്ല മരണം വേണമെന്ന്? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ ബാപ്പാ? എന്റെ പൊന്നു പെങ്ങള്, എത്രയോ പേരെ വെള്ളിയാഴ്ച ദിവസം പൊതിച്ചിട്ടിരുന്നത് കണ്ടതാണ്. എത്രയോ പേരെ വെള്ളിയാഴ്ച എത്രയോ പെണ്ണുങ്ങളുടെ മയ്യത്ത് കണ്ടവളാണ്. നിനക്ക് കൊതി തോന്നാറില്ല, നിനക്ക് ആഗ്രഹം തോന്നാറില്ല? അവരുടെ മുഖത്തെ പ്രകാശം, അവരുടെ ചുണ്ടിലെ പുഞ്ചിരി, അല്ലാഹുവേ, അവര് മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ കൊതി തോന്നിയിട്ടില്ലേ ഉമ്മാ? നിനക്കും അതുപോലെ ഒന്ന് മരിക്കണമെന്ന്, നിനക്കും അതുപോലെ ഒന്ന് പോകണമെന്ന്. ഒരു ദിവസം പോകേണ്ടവരാണ്, ഒരു ദിവസം ഞാനും നിങ്ങളും പോകേണ്ടവരാണ്. എപ്പോഴെവിടെ വെച്ച് എങ്ങനെയാണെന്ന് മാത്രം നമുക്കറിയില്ല. ഏത് കോലത്തിലാണ് മരണം വരുന്നതെന്നറിയില്ല. കാരണം അത് അല്ലാഹുവിനെ മാത്രം അറിയുന്ന രഹസ്യമാണ്. ഒരു മനുഷ്യന്റെ മരണം എപ്പോഴെവിടെ വെച്ച് എങ്ങനെയാണെന്ന് പറയാറ് അത് പടച്ച റബ്ബിന് മാത്രമേ കഴിയൂ. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഒരു മനുഷ്യന്റെ മരണം അല്ലാഹുവിന് അറിയുന്ന രഹസ്യമാ. പക്ഷേ അതവിടെ വെച്ചാകട്ടെ, എല്ലാവരും മരിക്കണം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മരണമുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആനാ. ഒരാൾക്കും സംശയമില്ല. ഈ സദസ്സിലിരിക്കുന്ന സർവർക്കും അറിയാം മരിക്കുമെന്ന്. ആർക്കും ആ വിഷയത്തിൽ സംശയമില്ല. അതിനുള്ള തെളിവ് നിന്റെ വാപ്പയാ, നിന്റെ ഉമ്മയാ, നിന്റെ കുടുംബക്കാരാ, നിന്റെ കൂടപ്പുറപ്പാ. എത്രയോ പേര് പള്ളിപ്പറമ്പിൽ പോയിട്ടുണ്ട്. ഒരു ദിവസം നീയും പോകണം. അല്ലാഹുവേ, 70 മുതൽ 70,000 മലക്കുകൾ വരെ പടച്ചവനെ അതാ ആകാശ ലോകത്ത് നിന്ന് നിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരികയാ. 70,000 മലക്കുകള്. അല്ലാഹുവേ, എടാ, എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും, എത്ര വലിയ ആരോഗ്യവാനാണെങ്കിലും, എത്ര അധികാരമുള്ളവനാണെങ്കിലും, എത്ര വലിയ പണമുള്ളവനാണെങ്കിലും, എത്ര വലിയ സന്നാഹങ്ങൾ ഒരുക്കിയവനാണെങ്കിലും ആ മലക്കുകളെ കാണുമ്പോ പിഴഞ്ഞ് താഴെ വീഴുകയാ. മിണ്ടാതെ കിടന്നു കൊടുക്കും. നീ അനങ്ങൂലട, അനങ്ങാൻ കഴിയാതെ ഫകശഫിനാ അൻക ഇതാക ഫബസറുക അൽയൗമ ഹദീദ്. മിണ്ടാതെ കിടന്നു കൊടുക്കേണ്ടവനാണ്. മലക്കുകൾ പോലും പറയും, വിളിക്കട, ആരെ വേണമെങ്കിലും വിളിച്ചോ, രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിച്ചോ, നിന്നെ കൊണ്ടുപോകാമെന്നതാണടാ. ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق
إلى ربك يومئذ المصاب. ആരെ വിളിക്കാരാ? നിന്നെ രക്ഷപ്പെടുത്താൻ ആരാവുള്ളത്? കാലിന്റെ വിരല് മുതൽ പടച്ചവനെ റൂഹ് പിടിച്ചു എല്ലാവരും കൂടെ തൊണ്ട കുഴിയിൽ കൊണ്ടുവെക്കുമല്ലോ. എന്നിട്ട് എല്ലാവരും കൂടെ നിന്റെ കയ്യും കാലും പിടിച്ചു വെക്കുകയാ. പ്രസവത്തിന് മരണവേദന എന്ന് പറയുന്ന പെണ്ണ് ഒരിക്കലും മരണവുമായിട്ട് നീ അതിനെ തുലനം ചെയ്യരുത്. കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ 2 ഡോക്ടറും 2-3 നേഴ്സുമാരെ പിടിച്ചിട്ടുള്ളൂ. ഇന്ന് വരെ ഒരു പെണ്ണും പ്രസവ വേദന സഹിക്കാൻ കഴിയാതെ കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല. മൃഗങ്ങൾ കിടന്ന് വലിക്കുന്നത് പോലെ വിളിച്ചു കൂവിയിട്ടില്ല. പക്ഷേ 70,000 മലക്കുകൾ നിന്റെ കയ്യും കാലും പിടിച്ചു വെച്ച് ആ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ആ റൂഹങ്ങ് വലിച്ചെടുക്കുമ്പോ മൃഗങ്ങളെ വലിക്കുന്നത് പോലെ കിടന്ന് വലിക്കുകയാ. മലമൂത്ര വിസർജനം നടത്തുകയാ. കണ്ണ് തള്ളുകയാണ്. മുഖമെല്ലാം കറുത്തു പോവുകയാണ്. പടച്ചവനെ, കാരണം മരണത്തിന് വല്ലാത്ത വേദനയാ. മോനെ, അങ്ങനെ ഒരു വേദന വരാനുണ്ട്. എന്റെ പ്രിയമുള്ളവര്, അവസാനം തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹങ്ങ് പിടിക്കുമ്പോ നിനക്ക് പറയണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹു പറയുകയാ, ഞാൻ തരാം മനുഷ്യ, നിങ്ങൾക്ക് നല്ല മരണം. ആർക്കാ വേണ്ടത്? വെള്ളിയാഴ്ച രാവിലെ ഇവിടത്തെ പള്ളിയിൽ എത്ര പേരുടെ മയ്യത്ത് നിസ്കരിച്ചവനാ വാപ്പാ. നിനക്ക് കൊതിയില്ലേ അങ്ങനെയൊന്നും മരിക്കാം? അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആർക്കാ വേണ്ടത്? അല്ലാഹു നല്ല മരണം തരാമെന്ന് പറയുകയാ. ഒന്ന് ചെയ്താ മതി, ഒരേ ഒരു കാര്യം ചെയ്താ മതി. നീ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നല്ലോ, നിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കണമെന്നല്ലോ, പടച്ചവനെ നീ ഉറക്കമൊഴിക്കണമെന്നല്ല, നീ പട്ടിണി കിടക്കണമെന്നല്ല. അല്ലാഹു പറയുകയാ, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും 5 നേരമൊന്ന് നമസ്കരിക്കാൻ കഴിയുമോ? അങ്ങനെ നമസ്കരിച്ചാ അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, നിനക്ക് സന്തോഷമുള്ള സമാധാനമുള്ള പടച്ചവരെ ഒരു നല്ല ജീവിതം വേണോ? പട്ടിണിയില്ലാതെ മരിക്കുന്ന കാലം വരെ കഴിയടോ. ഒരു പ്രതിസന്ധിയുമില്ലാതെ ആരുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാൽ നിന്റെ കൂരക്കകത്ത് പട്ടിണി ഇല്ലാതിരിക്കാനുള്ള വഴിയാ അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. പടച്ചറബ്ബേ അതിനുള്ള ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ, മരിക്കുന്ന ദിവസവും അവസാനത്തെ വഖ്തും ജമാഅത്തായി നിസ്കരിച്ചിട്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. പടച്ചവരെ, ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാഹ്. മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാനുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് 3 കാര്യം. ഒന്ന് നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങൾ ആദ്യം നന്നാകും. 2, എന്റെ പ്രിയമുള്ളവരെ, മക്കൾക്ക് നല്ല പേരിട്. 3, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള 3ാമത്തെ കടമ, അവർക്ക് മാതൃകയാകുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നയിച്ചു കാണിക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ സ്വർഗ്ഗാവകാശികളിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ കൂട്ടത്തിൽ 6 വിഭാഗം ആൾക്കാരുടെ വീടുകൾ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അറിയാമെന്ന് നബിയുനാ റസൂലുള്ളാഹി
ഈ ഇരിക്കണ നിങ്ങളിൽ 6 വിഭാഗം ആൾക്കാരുടെ വീട് ആർക്കറിയാം? ആർക്കറിയാം? അള്ളാഹുവിന്റെ മലക്കുകൾക്കറിയാം. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചാൽ നിന്റെ വീട് പറഞ്ഞു തരും, ഇന്ന സ്ഥലത്താ, ഇന്ന വീടാ. അങ്ങനെ എല്ലാ മലക്കുകളും പറയുന്ന, മലക്കുകൾ കാണാൻ വരുന്ന, മലക്കുകൾ